ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നത് 30 വെള്ളിക്കാശിനെ കുറിച്ചാണ്. ഈശോനാഥൻ ഒരിക്കല് മത്തായിയുടെ സുവിശേഷത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുകയുണ്ടായി. അതിന്റെ നിലപാട് പറഞ്ഞു. എന്താണ്? നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്, കാരണം വേല ചെയ്യുന്നവൻ കൂലിക്കർക്കനാണ്. അതാണ് ഈശോയുടെ നിലപാട്. എന്നാൽ ഈശോയുടെ കൂടെ യാത്ര ചെയ്ത് 3 വർഷം കൂടെ ആയിരുന്ന യൂദാസ് അവസാനം ഒരു നിലപാടെടുത്തു. തന്റെ ഗുരുനാഥനുമായ ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുക എന്നുള്ളൊരു നിലപാട്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ട് 30 വെള്ളിക്കാശ് വന്നു എന്നതിന് ഒരു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരണമുണ്ട്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഒരു അടിമയെ വാടകയ്ക്കെടുത്താല്, അവൻ ജോലിക്കിടെ രക്തം ചിന്തി മരിച്ചാല്, വാടകയ്ക്കെടുത്ത വ്യക്തി അതിന്റെ ഉടമസ്ഥന് നൽകേണ്ട പരിഹാര തുകയാണ് 30 വെള്ളിക്കാശ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് യൂദാസ് ഈശോയ്ക്ക് ഇട്ട വില എന്ന് പറയുന്നത്, ഒരു കച്ചവട വില എന്ന് പറയുന്നത് 30 വെള്ളിക്കാശ് ഒരു അടിമയുടെ വിലയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ഒരു 30 വെള്ളിക്കാശ് ധ്യാനിക്കുമ്പോഴേക്ക് നമുക്ക് ചിന്തിക്കാം, ഈശോയെ വിറ്റ് ലാഭമുണ്ടാക്കുക സാധ്യമല്ല. നേരെ മറിച്ച് ഈശോയുടെ കൂടെ ജീവിച്ചാല് ആത്മാവിന് നമുക്ക് ലാഭം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.